ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിനെ പറ്റിയിട്ടാണ്. IS 456/2000 ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്? നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന, പ്രോപ്പർലി കൺട്രോൾ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന, ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന കോൺക്രീറ്റ് 28 ദിവസം കഴിയുമ്പോൾ ഒരു മിനിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മിനിമം സ്ട്രെങ്തിനെയാണ് എന്ത് പറയുന്നത്? ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 28 ദിവസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ട് 28 ദിവസം, എന്തുകൊണ്ട് 20 വന്നില്ല, 14 വന്നില്ല എന്നൊക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത കോൺക്രീറ്റ് 16% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. 3 days ആകുമ്പോൾ അത് 40% ആവും. അങ്ങനെ 14 days ആകുമ്പോൾ 90% സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. 28 ദിവസം ആകുമ്പോൾ 28ാമത്തെ ദിവസം അത് 99% എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ 99% സ്ട്രെങ്തിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഫൈനൽ സ്ട്രെങ്ത് ആയിട്ട് പറയാം. 99% ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ 28 days എന്ന് പറയുന്നത്. നമ്മൾ ഗ്രേഡ് റെപ്രസെന്റ് ചെയ്യുന്നത് M10, M15, M20 അങ്ങനെയാണ്. ഇതില് M എന്ന് പറയുന്നത് മിക്സിനെയാണ് പറയുന്നത്. മിക്സ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺക്രീറ്റ് സാൻഡിന്റെയും അഗ്രിഗേറ്റ്സിന്റെയും സിമെന്റിന്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ഒരു അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സിമെന്റും സാൻഡും അഗ്രിഗേറ്റ്സ് ഒക്കെയാണ്. സോ അതിനൊരു മിക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? M വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ നമ്പർ ഉണ്ടല്ലോ 10 എന്ന് പറയുന്നത് 10 Newton/mm² ആണ്. അത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അറ്റ് 28 days. 28 ദിവസത്തെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പം കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിനെയാണ് എന്ത് പറയുന്നത്? ഈ 10 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 28 ദിവസം തന്ന് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്, അതാണ് ഈ 10 Newton/mm² എന്ന് പറയുന്നത്. നമ്മൾ ലാബിൽ ചെക്ക് ചെയ്യുന്നത് 15 cm സൈഡ്സ് ഉള്ള ക്യൂബുകൾ കാസ്റ്റ് ചെയ്യും. പ്രോപ്പറായിട്ട് വൈബ്രേറ്റ് ഒക്കെ ചെയ്ത് ക്യൂർ ചെയ്ത് ക്യൂബുകൾ കാസ്റ്റ് ചെയ്യും. ഈ ക്യൂബ്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ, ഇതിലാണ് നമ്മൾ ഈ വാല്യൂ കണ്ടെത്തുന്നത്. ഇതിന്റെ മോൾഡാണ്. നമ്മൾ കുറെ ക്യൂബ്സ് കാസ്റ്റ് ചെയ്ത് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ 10 Newton/mm² എന്നുള്ള ഗ്രേഡിലേക്ക് എത്തിയത്. അപ്പം ഈ ഒരു മിക്സ് റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് 10 Newton/mm² സ്ട്രെങ്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യൂബിന് 10 Newton/mm² ലോഡ് വരെ എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യും? അത് ക്രാക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളൊരു ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം. പല ഗ്രേഡുകൾ M50, M7.5, M10, M15, M20. ഈ ഗ്രേഡുകളെ നമുക്ക് ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഡിനറി ഗ്രേഡ് എന്ന് പറയാം. അതുപോലെ M25 തൊട്ട് M55 വരെ ഉള്ളതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയാം. M60ക്കും അതിന് കൂടുതലുമാണെന്നുണ്ടെങ്കിൽ അതിനെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയാം. എന്താ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയാം. ഇത് നമ്മുടെ IS സ്പെസിഫിക്കേഷൻസ് തന്നെയാണ്, IS കോഡിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഇത്. എന്താണ് മിക്സ്? ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു കോൺക്രീറ്റിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്? മെയിൻ ഇൻഗ്രീഡിയൻസ് സിമെന്റ്, സാൻഡ്, അഗ്രിഗേറ്റ്. അതിന്റെ ഒരു പ്രപ്പോർഷൻ, ഈ ഇൻഗ്രീഡിയൻസ് തമ്മിലുള്ള ഒരു പ്രപ്പോർഷനെയാണ് നമ്മൾ ഈ മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മിക്സ് റേഷ്യോ 1:1.5:3 ആണെന്ന് കരുതുക.
ഈ 1 എന്ന് ഉദ്ദേശിക്കുന്നത് 1 പാർട്ട് ഓഫ് സിമെന്റ്, 1.5 ഉദ്ദേശിക്കുന്നത് 1.5 പാർട്ട് ഓഫ് സാൻഡ്, അതുപോലെ നമ്മൾ 3 ഉദ്ദേശിക്കുന്നത് 3 പാർട്ട് ഓഫ് അഗ്രിഗേറ്റ്സ്. ഒരു പാർട്ട് സിമെന്റ് എടുത്താൽ അതിൽ 1.5 പാർട്ട് സാൻഡ് ആഡ് ചെയ്യണം, 3 പാർട്ട് എന്ത് ആഡ് ചെയ്യണം, അഗ്രിഗേറ്റ്സ് ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഈ മിക്സ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സാൻഡ് എന്നൊരു ടേം പറയുമ്പോൾ അതിന് നമുക്ക് ബേസിക്കലി വേണമെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയാം. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയാം. 4.75 mm ISCവിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഫൈൻ അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്നത്, സാൻഡ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അപ്പോ ഈ 4.75 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവരെ എന്താ പറയാ, കോസ് അഗ്രിഗേറ്റ്. ആ കോസ് അഗ്രിഗേറ്റ് ആണ് നമ്മുടെ ഈ അഗ്രിഗേറ്റ്സ്. ഓക്കെ, ഇനി നമ്മളൊരു മിക്സ് ഡിസൈൻ എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ മിക്സ് ഡിസൈനിനകത്ത് 2 ടൈപ്പ് മിക്സുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് നോമിനൽ മിക്സ്. നോമിനൽ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M25 ഗ്രേഡ് വരെയുള്ള കോൺക്രീറ്റുകളെ നോമിനൽ മിക്സ് എന്ന് പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് സിമെന്റ്, സാൻഡ്, അഗ്രിഗേറ്റ്സ്, അതിന്റെ റേഷ്യോസ് 1:1.5:3, 1:2:4 അങ്ങനെയുള്ള റേഷ്യോസിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നോമിനൽ മിക്സ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ സ്മാൾ സ്കെയിൽ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നോമിനൽ മിക്സ് യൂസ് ചെയ്യുക. കോൺക്രീറ്റ് കൺസപ്ഷൻ കൂടുതലില്ലാത്ത സമയത്ത് നമ്മൾ നോമിനൽ മിക്സ് ആണ് യൂസ് ചെയ്യുക. ഡിസൈൻ മിക്സ് M30 ആൻഡ് എബോവിനെ നമ്മൾ ഡിസൈൻ മിക്സ് എന്ന് പറയും. എന്താണ് ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഗ്രീഡിയൻസിനെയും ടെസ്റ്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഡിസൈൻ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന മിക്സിനെയാണ് നമ്മൾ ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ 2 നോമിനൽ മിക്സും ഉണ്ട്, ഡിസൈൻ മിക്സും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രേഡുകളുടെ മിക്സ് റേഷ്യോ നോക്കാം. M5 1:5:10, M7.5 1:4:8, M50 1:2:4, അതുപോലെ M25 1:1.2:2. അതിൽ താഴേക്കുള്ള ഗ്രേഡുകളിൽ എന്താണ്, നമ്മുടെ ഡിസൈൻ മിക്സ് ആണ്. നമ്മൾ ക്വാളിറ്റി ചെക്കും ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്ന മിക്സുകളെയാണ് ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പാർട്ട് സിമെന്റിന് 5 പാർട്ട് സാൻഡും 10 പാർട്ട് അഗ്രിഗേറ്റ്സും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനുണ്ടാവുന്ന ബൈൻഡിങ്, നമ്മൾ സിമെന്റ് ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുണ്ടാവുന്ന ബൈൻഡിങ് ഒരു എഫക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ ഇത് താഴേക്ക് വരും തോറും എന്താണ്, ഇവിടെ നോക്കിയേ 1:2:4. അപ്പോൾ ബൈൻഡിങ് കൂടി. അപ്പം മെറ്റീരിയൽ സിമെന്റ് അനുസൃതമായിട്ട് മെറ്റീരിയൽ കൂടി, അപ്പോൾ ബൈൻഡിങ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ഗ്രേഡാണ് M25 എന്നുള്ള ഗ്രേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, എന്താണ് മിക്സ് എന്നൊക്കെ നമുക്ക് നോക്കി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.